ഹായ് വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മോഡ്യൂൾ 6-ലെ ലീഡിങ് ആൻഡ് കൺട്രോളിങ് പാർട്ട് 1 ആണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. സോ ലീഡർഷിപ്പ് is the ability of a manager to influence subordinate to work with confidence to achieve organizational goals. The important characteristics of leadership are ability to use the managing power effectively and responsibly. 2. Ability to inspire people. 3. Ability to ensure absolute justice. 4. Ability to set an exemplary standard before its followers. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഫ്ലുവൻസ് സബോർഡിനേറ്റ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ഒരു സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്? Ability to use the managing power effectively and responsibly. അതായത് മാനേജിങ് പവർ പ്രോപ്പറായിട്ടും റെസ്പോൺസിബിളായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളത്. 2. Ability to inspire people. അതായത് സബോർഡിനേറ്റ്സിനെയും അല്ലെങ്കിൽ ഫോളോവേഴ്സിനെയും ഇൻസ്പയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ എബിലിറ്റി. 3. Ability to ensure justice. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി അല്ലേ. ഒരു ലീഡർ എന്ന് പറയുന്നത് നീതിമാനായിരിക്കണം. 4. Ability to set an exemplary standard before its followers. അതായത് ഒരു ലീഡർ എന്ന് പറയുന്നത് ഫോളോവേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിരിക്കണം. അതായത് ഒരു എക്സാംപ്ലറി സ്റ്റാൻഡേർഡ് ആയിരിക്കണം ഫോളോവേഴ്സിന്. അപ്പോൾ ഇതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലീഡർ വേഴ്സസ് മാനേജർ അല്ലെങ്കിൽ ലീഡിങ് വേഴ്സസ് മാനേജിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ലീഡറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കമ്പാരിസൺ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മാനേജർ ഇസ് പുട്ട് ഇൻ ടു അപ്പോയിൻമെൻറ്റ്. എ പേഴ്സൺ എമേർജസ് ആസ് എ ലീഡർ. അതായത് മാനേജർ എന്ന് പറയുന്നത് ഒരു ഫോർമലായിട്ടുള്ള ഒരു പോസ്റ്റാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു ലീഡർ ആണെങ്കിൽ ഹി എമേർജസ് ആസ് എ ലീഡർ. എ മാനേജർ ഹാസ് സം പൊസിഷണൽ പവർ. ഹി മേ ഓർ മേ നോട്ട് ഹാവ് പേഴ്സണൽ പവർ. അതായത് മാനേജറിന് ഉള്ള ഒരു പവർ എന്ന് പറയുന്നത് എപ്പോഴും പൊസിഷണൽ പവർ ആയിരിക്കും. ഹി മേ ഓർ മേ നോട്ട് ഹാവ് പേഴ്സണൽ പവർ. A leader has some personal power, that is the ability to influence his followers. അതായത് ലീഡർ എന്ത് പറഞ്ഞാലും സബോർഡിനേറ്റ്സ് അത് അനുസരിക്കും. സോ ഹി ഹാസ് ദാറ്റ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഓക്കെ, ദാറ്റ് എനേബിൾസ് ഹിം ടു ലീഡ്. ഹി മേ ഓർ മേ നോട്ട് ഹാവ് പൊസിഷണൽ പവർ. ഓക്കെ, a manager focuses on systems and structures and may seek those objectives the subordinates may not regard as their own. So there is a conflict of interest. എന്താണ് ഒരു മാനേജർ ഈ ഫോക്കസസ് ഓൺ സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഒരു റൂൾ ബുക്ക് കാണും, ആ റൂൾ അനുസരിച്ച് ആയിരിക്കും മാനേജർ പ്രവർത്തിക്കുന്നത്. ഹി ഹാസ് സം സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഓൾസോ മേ സീക്ക് ഒബ്ജക്റ്റീവ്സ് that the subordinates may regard as their own. So there is a conflict of interest. ചിലപ്പോൾ മാനേജറുടെ ഒബ്ജക്റ്റീവ്സും ഒരു സബോർഡിനേറ്റ്സിൻ്റെ ഒബ്ജക്ട്സും തമ്മിൽ അലൈൻ ആയിരിക്കത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. There is a mutuality of objectives between leader and his followers. ഒരു ലീഡറുടെ കേസ് എടുക്കുമ്പോൾ ലീഡറുടെ ഒബ്ജക്റ്റീവ്സും ഫോളോവേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മ്യൂച്വാലിറ്റി കാണും. എ മാനേജർ ഇസ് എ ബ്യൂറോക്രാറ്റ് ഹു ബിലീവ്സ് ഡൂയിങ് തിങ്സ് റൈറ്റ് അക്കോർഡിംഗ് ടു ദി റൂൾസ്. അത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. മാനേജർ എന്ന് പറയുന്ന ഒരാൾ അയാൾ പൊസിഷണൽ പവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ കൂടുതലും ഒരു റൂൾ ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും. സോ ഹീ ബിലീവ്സ് ഇൻ ഡൂയിങ് തിങ്സ് റൈറ്റ് അക്കോർഡിംഗ് ടു ദി റൂൾ ബുക്ക് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി റൂൾസ്.
a leader is innovative, believe doing the right things. Okay, leader എപ്പോഴും ഇന്നോവേറ്റ് ആയിരിക്കും. he believes doing the right things. ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ലീഡർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രേസ് ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജർ ബിലീവ്സ് ഇൻ ഡൂയിങ് തിങ്സ് റൈറ്റ്. a leader believes doing the right things. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഇനി നമ്മൾ പോകുന്നത് ബേസിക് കൺട്രോൾ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ബേസിക് കൺട്രോൾ പ്രോസസ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് ബേസിക് കൺട്രോൾ പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 different steps. 1. Establishing standards. 2. Comparing actual result against standards. 3. Taking corrective action. ഇപ്പോൾ 3 സ്റ്റെപ്സ് ആണുള്ളത്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, കമ്പയറിംഗ് ആക്ച്വൽ റിസൾട്ട് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ establishing standards? The first step in control process is to establish standards against which performance can be measured. The standards should be defined in quantitative terms. Standards should be realistic and attainable. Standards should be clear and understood. Standards should be flexible in order to adapt to changing conditions. They are also known as performance criteria. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യും. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി കൺട്രോൾ പ്രോസസ്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. എപ്പോഴും ന്യൂമറിക്കൽസിലായിരിക്കണം സ്റ്റാൻഡേർഡ്സിനെ മെഷർ ചെയ്യാനുള്ളത് ഇല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഫോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 100 ഫോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഡിഫക്റ്റീവ് ഫോണേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കണം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ. സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് എപ്പോഴും നമുക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം. അത് അറ്റൈനബിൾ ആയിരിക്കണം, അത് റിയലിസ്റ്റിക്കും ആയിരിക്കണം, അറ്റൈനബിളും ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റുഡ്. ഇതെപ്പോഴും സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം അതിനെപ്പോഴും ഒരു ക്ലാരിറ്റി കാണണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 100 പ്രോഡക്ട്സ് ഇറക്കുമ്പോൾ ഒരു ഡിഫക്റ്റീവ് ഐറ്റമിൽ കൂടാൻ പാടില്ല. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റുഡ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇൻ ഓർഡർ ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് കണ്ടീഷൻസ്. ചിലപ്പോൾ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നീങ്ങുമ്പോൾ അത്രയും സ്റ്റാൻഡേർഡ്സും നമ്മുടെ മാറിയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു 100ൽ 1 ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണം സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 200 പ്രോഡക്ട്സിൽ 1 ഡിഫക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം. ദേ ആർ ഓൾസോ നോൺ ആസ് പെർഫോമൻസ് ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെഷറിംഗ് ആൻഡ് കമ്പയറിംഗ് ആക്ച്വൽ റിസൾട്ട്സ് ഫ്രം സ്റ്റാൻഡേർഡ്സ്. The second step in the control process is to measure the performance and compare it with the predetermined standards. It is done by personal observations by reports, charts and statements. After measuring actual performance, it should be compared with the predetermined standards immediately. While comparing the actual performance with the predetermined standards, the manager should identify the variation and as well as the causes of variations. എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ എ കൺട്രോൾ പ്രോസസ്? ഇറ്റ് ഈസ് മെഷറിംഗ് ആൻഡ് കമ്പയറിംഗ് ആക്ച്വൽ റിസൾട്ട്സ് ഫ്രം സ്റ്റാൻഡേർഡ്സ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡൺ ബൈ പേഴ്സണൽ ഒബ്സർവേഷൻസ് ബൈ റിപ്പോർട്ട്സ്, ചാർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആഫ്റ്റർ മെഷറിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ്, ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദി പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ആക്ച്വലായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വി വിൽ കമ്പയർ ഇറ്റ് വിത്ത് ദി പ്രീ ഡിറ്റർമിൻഡ്
standards. While comparing to the actual performance with the predetermined standards, the manager should identify the variation and as well as the causes of variations. നമ്മൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാനേജർ എന്ന നിലയ്ക്ക് ഹി ഷുഡ് ഐഡൻറ്റിഫൈ ദി വേരിയേഷൻസ് ആൻഡ് as well as the causes for that variation. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്കിംഗ് corrective actions. The corrective actions must be taken after comparing actual performance with the predetermined standards and finding the deviations. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ്സ് തമ്മിൽ കമ്പയർ ചെയ്തു. അവിടെ വെച്ച് നമ്മൾ വേരിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടി വരും. ആ വേരിയേഷൻസിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടി വരും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് the managers may correct deviations by redrawing their plans or by modifying their goals. എങ്ങനെയാണ് ഡീവിയേഷൻസിനെ കറക്റ്റ് ചെയ്യുന്നത്? ബൈ റീഡ്രോയിങ് ദെയർ പ്ലാൻസ് ഓർ ബൈ മോഡിഫൈങ് ദെയർ ഗോൾസ്. പ്ലാൻസ് ചിലപ്പോൾ മോഡിഫൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഗോൾസ് മോഡിഫൈ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ റീഅസൈൻമെൻറ്റ് ഓർ ക്ലാരിഫിക്കേഷൻ ഓഫ് ഡ്യൂട്ടീസ്, അഡീഷണൽ സ്റ്റാഫിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ ഒരാൾ പോസ്റ്റിലിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേറെ പോസ്റ്റിൽ റീഅസൈൻ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ആ പോസ്റ്റിലോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടീസ് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റാഫിനെ നമ്മൾ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ എക്സ്ട്രാ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചിലപ്പം കൊടുത്തിരിക്കും. ഇതൊക്കെയാണ് കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് എഫക്റ്റീവ് കൺട്രോൾ. എന്താണ് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കൺട്രോൾ പ്രോസസ്സിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്? 1. എഫക്റ്റീവ് കൺട്രോൾ ഷുഡ് റിഫ്ലക്റ്റ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മുടെ ബേസിക് കൺട്രോൾ പ്രോസസ്സ് നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസുമായിട്ട് എപ്പോഴും ലിങ്ക്ഡ് ആയിരിക്കണം. അതാണ് ഈ ഫസ്റ്റ് പോയിൻ്റ് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് കൺട്രോൾ ഷുഡ് റിഫ്ലക്റ്റ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. 2. എഫക്റ്റീവ് കൺട്രോൾ മസ്റ്റ് ഡിസ്ക്ലോസ് വെയർ ദി ഫെയിലിയർ ഇസ് ഒക്കറിങ്. ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് എവിടെയാണ്, ആ പ്രോസസ്സിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ഈ ഫെയിലിയർ ഒക്കർ ചെയ്യുന്നുള്ളത് എഫക്റ്റീവ് കൺട്രോള് പറയണം, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. തേർഡ് പോയിൻറ്റ്, ഇറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എക്സിക്യൂഷൻ ആൻഡ് ഫെയിലിംഗ് ഓഫ് പ്ലാൻ. പ്ലാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ള ആ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് പ്രോപ്പർ കറക്റ്റീവ് ആക്ഷൻസ് ആർ ടേക്കൺ. നമ്മൾ പ്ലാനിൽ നിന്ന് അല്ലെങ്കിൽ പ്രീഡിറ്റർമിൻ സ്റ്റാൻഡേർഡിൽ നിന്ന് വേരിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ കറക്റ്റീവ് ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളത് ആ കൺട്രോൾ പ്രോസസ്സ് എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു മീറ്റ് എനി അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്. എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അഡാപ്റ്റീവ്, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു മീറ്റ് ദാറ്റ് ചേഞ്ചസ്. ലാസ്റ്റ് പോയിൻറ്റ്, എഫക്റ്റീവ് കൺട്രോൾ റിക്വയർസ് ഒബ്ജക്റ്റീവ്, ആക്യുറേറ്റ് ആൻഡ് സ്യൂട്ടബിൾ സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്, ആക്യുറേറ്റ്. അപ്പോൾ ഇതോടെ നമ്മുടെ മൊഡ്യൂൾ 6 പാർട്ട് 1 എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.